യൂറോ ഇൻറ്റീരിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിലാണ്. ഇത് പുതിയ വീടാണ് കേട്ടോ. ഇതിൻ്റെ ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞതാണ്. ചെറിയ വീടാണ്, ഒരുപാട് വലിയ വീടൊന്നുമല്ല, ഒരു സാധാരണ രീതിയിലുള്ള ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ഞാറക്കല്ലാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ആൾ നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് അലൂമിനിയം ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ ലിവിങ് സ്പേസിലോട്ട് കടന്നതല്ല. ലിവിങ് ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന വർക്ക് TV യൂണിറ്റും അതുപോലെ തന്നെ ലിവിങ് ഡൈനിങ് പാർട്ടീഷനുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ TV യൂണിറ്റ് പരിചയപ്പെടാം. വളരെ മിനിമലായിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈനിലാണ് നമ്മൾ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് ഏരിയയിൽ അല്പം സ്പേസ് കുറവുള്ളതിനാൽ കസ്റ്റമർ തന്നെ ഈ ഒരു TV യൂണിറ്റിനുള്ളൊരു സ്പേസ് വാളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആനുപാതികമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു TV യൂണിറ്റ് ചെയ്ത് പൂർത്തീകരിച്ചത്. ഒരു നോർമൽ ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇരുവശങ്ങളിലായിട്ട് ഞങ്ങൾ ഓപ്പൺ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഷെൽഫുകൾ, റിസീവറും മറ്റും വയ്ക്കാനുള്ള ഗ്ലാസ് ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കവേർഡ് ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഭിത്തി വാൾ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു TV യൂണിറ്റിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് കളർ കൊടുത്തിരിക്കുന്നത് നമ്മൾ വുഡൻ കളർ പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇത് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അലൂമിനിയം പ്രൊഫൈലും അതുപോലെ തന്നെ HPL ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത്. നെക്സ്റ്റ് ഞങ്ങൾ ഈ ഒരു വീട്ടിൽ ചെയ്തത് ലിവിങ് ഡൈനിങ് പാർട്ടീഷനാണ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വർക്കും ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചത്. കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരമുള്ള ഡിസൈനിലാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ് ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലോട്ടെല്ലാം തന്നെ ഓപ്പണബിൾ ഷെൽഫുകളാണ് കൊടുത്തിരിക്കുന്നത്. നടുഭാഗത്തായിട്ട് ഞങ്ങൾ പ്രയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഒരുപാട് ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അങ്ങനെയായിരുന്നു. ഒരു മിനിമൽ രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളൂ. ഇരുവശങ്ങളിലായിട്ടും പാനൽ ചെയ്ത് ബീമെല്ലാം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതും ഞങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അലൂമിനിയം പ്രൊഫൈൽസും അതുപോലെ തന്നെ HPL ലാമിനേറ്റഡ് ഷീറ്റുമാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. താഴ്ഭാഗത്തൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത്. ലിവിങ് ഡൈനിങ് പാർട്ടീഷൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാം ഓപ്പണബിൾ ഷെൽഫുകളായിട്ടാണ് ഞങ്ങൾ ഷെൽഫുകളെല്ലാം ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗം സ്റ്റോറേജ് സ്പേസുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളിവിടെ ചെയ്തത് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരമുള്ള ഒരു വാഷ് കൗണ്ടറാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വാഷ് കൗണ്ടറാണ് ചെയ്തിരിക്കുന്നത്. അതിൽ താഴെ സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് മോഡുലാർ കിച്ചൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. അതിനു മുമ്പ് മോഡുലാർ കിച്ചൻ ചെയ്യുന്നതിന് മുമ്പുള്ള വിഷ്വൽസാണ് ഈ കാണുന്നത്. കസ്റ്റമർ ഈ ഒരു സ്റ്റേജിലാണ് സൈറ്റ് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് മോഡുലാർ കിച്ചൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരം ഓപ്പൺ കിച്ചനാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചത്. മനോഹരമായിട്ടുള്ള രീതിയിൽ ഇരുവശങ്ങളിലും ഭിത്തിയെല്ലാം പാനൽ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് മനോഹരമായ ഹാങ്ങിങ് ലൈറ്റ് കസ്റ്റമർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മനോഹരമായ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് സ്ലാബാണ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മോഡുലാർ കിച്ചൻ്റെ മുൻഭാഗം ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഇൻസൈഡ് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇരുവശങ്ങളിലും ധാരാളം സാധനങ്ങൾ വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസാണ്. ഇനി നമുക്ക് നേരെ മോഡുലാർ കിച്ചൻ്റെ അകത്തോട്ട് കയറി ചെല്ലാം. ഒരു വ്യത്യസ്തമായിട്ടുള്ള കളറിലാണ് കേട്ടോ ഈ ഒരു മോഡുലാർ കിച്ചൻ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കളറാണ്. സാങ്സ്റ്റോൺ എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര്. നമ്മളിവിടെ കിച്ചൺ ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷിലാണ് കേട്ടോ. കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ മാറ്റ് ഫിനിഷിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഗ്ലോസി ഫിനിഷിലാണ് സാധാരണ കിച്ചൺ ചെയ്യാറ്. പക്ഷേ ഇവിടെ കസ്റ്റമർക്ക് മാറ്റ് ഫിനിഷിൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റ് ഫിനിഷിലാണ് ഇവിടെ കിച്ചൺ ക്യാബിനറ്റ് ചെയ്ത് പൂർത്തീകരിച്ചത്. വളരെ ഭംഗിയാർന്ന രീതിയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ബോട്ടിൽ പുൾ ഔട്ട്, കട്ട്ലറി ബാസ്ക്കറ്റ്, പ്ലെയിൻ ബാസ്ക്കറ്റ്,
അതുപോലെ തന്നെ താലി ബാസ്ക്കറ്റ്, പിന്നെ ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാവുന്നതാണ് വിക്കർ ബാസ്ക്കറ്റ്. നമുക്ക് പച്ചക്കറികളും അതുപോലെ തന്നെ ഉള്ള ഐറ്റംസ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാസ്ക്കറ്റാണ് വിക്കർ ബാസ്ക്കറ്റ്. പിന്നെ ടാൻഡം ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ടാൻഡം ബാസ്ക്കറ്റിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാം. ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാസ്ക്കറ്റാണ് ടാൻഡം ബാസ്ക്കറ്റ്. എല്ലാത്തിലും തന്നെ ഹാൻഡിൽ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ജി പ്രൊഫൈലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെപ്പറേറ്റ് ഹാൻഡിൽ നമ്മൾ കൊടുത്തിട്ടില്ല. GTPT ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ് ക്യാബിനറ്റിലും വാൾ ക്യാബിനറ്റിലും ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് ഞങ്ങൾ കസ്റ്റമർക്ക് ഈ വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചു കൊടുത്തത്. ഈ വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അലൂമിനിയം പ്രൊഫൈൽസും അതുപോലെ തന്നെ HPL ലാമിനേറ്റഡ് ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് 100% വാട്ടർ പ്രൂഫും 100% ടെർമിനേറ്റ് പ്രൂഫും അതുപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റുമാണ് നമ്മുടെ ഈ മെറ്റീരിയൽസ്. 1.2 തിക്നെസ് ഉള്ള അലൂമിനിയം പ്രൊഫൈൽസ് ആണ് ഞങ്ങൾ സ്ട്രക്ചർ ചെയ്യാൻ കംപ്ലീറ്റും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം കൊടുത്തിരിക്കുന്ന ഹിഞ്ചസ് 304 ഗ്രേഡുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹിഞ്ചസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡുലാർ കിച്ചൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ വർക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.